നോമ്പും കഴിഞ്ഞ് ചെറിയ പെരുന്നാളും കഴിഞ്ഞ് ഇനി വലിയ പെരുന്നാളാവാൻ കാത്തിരിക്കണ നേരത്താണ് ഒരു നോമ്പ് തുറ വീഡിയോ ഇടുന്നത് ഞാനും ചോദിക്കേണ്ട. എഡിറ്റ് ചെയ്ത് ഡ്രാഫ്റ്റിലിട്ടിട്ട് അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയ നോമ്പിന്റെ സമയത്ത് എടുത്തൊരു നോമ്പ് തുറ വീഡിയോ ആണ് ഇട്ടത്. ഞങ്ങൾ റൂമിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. പോണ വഴിയിൽ നല്ല അടിപൊളി ഒരു ബീച്ചും അവിടെ ഒരു വാക്ക് വേ ഒക്കെ ഉണ്ട്. ഈവനിങ് ടൈമിൽ അവിടെ പോയി കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ആദ്യം അങ്ങോട്ട് പോയി അവിടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് നോമ്പ് തുറയ്ക്ക് പോയത്. നമ്മൾ MMD മെമ്പേഴ്സും അവരുടെ ഫാമിലി അവരുടെ ഒത്തുകൂടി ശ്രീനിവാസ് പുട്ടുകടയിൽ വെച്ച് നടത്തിയ ചെറിയൊരു ഇഫ്താർ പാർട്ടി ആയിരുന്നു കേട്ടോ. അവിടെ ചെന്ന് കുറച്ച് നേരം എല്ലാവരോടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോഴത്തേക്കും നോമ്പ് തുറക്കാനുള്ള സ്നാക്സും ഡേറ്റ്സും വെള്ളവും ജ്യൂസും ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങി കൊടുത്തു കഴിഞ്ഞപ്പം എല്ലാവരും ഇതൊക്കെ കഴിച്ച് നോമ്പൊക്കെ തുറന്ന് അതിനുശേഷം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗിന് ശേഷം പിന്നെ എല്ലാവർക്കും സന്തോഷമുള്ള മൂവ്മെന്റ് ഉണ്ടായി. അതെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാചക ജോലിക്കായിട്ട് ബഹ്റിനിലെത്തി പിന്നീട് വിസയും ജോലിയും ഇല്ലാതിരുന്ന മാഹി സ്വദേശിയായ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ഇവിടുത്തെ താമസ സംബന്ധമായി വന്ന പിഴകളൊക്കെ അടച്ചു തീർത്ത് MM ടീമിന്റെ നേതൃത്വത്തിൽ നാട്ടിലേക്ക് അയക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു നോമ്പുതുറ പരിപാടിക്ക് നമ്മൾ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു വേളയിൽ വെച്ചിട്ട് തന്നെ അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകാനുള്ള വിമാന ടിക്കറ്റും ആവശ്യമായ സാധനങ്ങൾ അടങ്ങിയ ഗൾഫ് കിറ്റും നമ്മൾ MM ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് അദ്ദേഹത്തിന് അവിടെ വെച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്തു കേട്ടോ. വിസയും ജോലിയൊന്നും ഇല്ലാണ്ട് ആകെ അവിടെ അകപ്പെട്ടു പോയിട്ട് ഇനി നാട്ടിലേക്ക് എങ്ങനെ പോകുന്ന അറിയാണ്ട് ബുദ്ധിമുട്ടി ആ ചേട്ടന് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയപ്പോൾ നമ്മൾ MM ടീമിലുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അത് ഏറ്റുവാങ്ങിയ ആ ചേട്ടനും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ഫുഡ് വന്നു, ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും വരച്ച് ബിരിയാണി ഒക്കെ കഴിച്ച് കുറച്ചുകൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പം എല്ലാവരും ബൈ ബൈ പറഞ്ഞ് ഓരോരോ റൂമുകളിലേക്ക് പോയി.